ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ചിക്കൻ എന്നും ഒരേ രീതിയിൽ കഴിച്ചു മടുത്തെങ്കിൽ അടുത്ത തവണ ചിക്കൻ വാങ്ങിക്കുമ്പോൾ എന്തായാലും ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഉണ്ടാക്കിയെടുക്കാൻ വളരെ സിമ്പിളാണ്. നമുക്ക് സവോള വഴറ്റി അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ചിക്കൻ കഴിക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 400 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കാം. ഇനി ഈ ചിക്കനിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം കേട്ടോ. 10 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് പാൻ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കുക. ഒരു 1.5 ടേബിൾ സ്പൂണൊക്കെ ഉണ്ടാവും കേട്ടോ ബട്ടർ. അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടർ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ മുളക് തേച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ നമ്മൾ സാധാരണ ഓയിലാണല്ലോ ഫ്രൈ ചെയ്തെടുക്കുക. ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മൾ ബട്ടറിലാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പം ചിക്കൻ മുഴുവനായിട്ട് ഞാനിത് നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ചെറിയ തീയിലിട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ, ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഒരു ഭാഗം ഇതുപോലെ ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ ഭാഗം കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ മുഴുവനായിട്ടും ഇവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റാം. ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ ചട്ടിയുടെ ഒരു സൈഡിലേക്കാണ് കേട്ടോ മാറ്റി വെക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു സൈഡിലേക്ക് ആക്കി വെച്ചാലും മതി. എന്നിട്ട് നമുക്ക് ഈ ഒരു പാനിലേക്ക് കുറച്ചും കൂടെ ബട്ടർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബട്ടർ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 10 വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ ഒരു വെളുത്തുള്ളിയുടെ ഒരു പച്ചച്ചുവയൊക്കെ മാറാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളി, പഴുത്ത തക്കാളി നന്നായിട്ട് അരച്ചെടുത്തതാണ്, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 4-5 വറ്റൽമുളക് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത ശേഷം അരച്ചെടുത്തതാണ് കേട്ടോ, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എല്ലാം പച്ചച്ചുവ മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് വഴറ്റി കൊടുത്ത് നല്ലപോലെ തിളച്ച് വരുമ്പോൾ നമുക്ക് ചിക്കൻ്റെ കൂടെ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. മുഴുവൻ ചിക്കനും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഓരോ ചിക്കൻ പീസിനും ഈ ഒരു മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഒരു 3-4 മിനിറ്റ് നേരം ചെറിയ തീയിൽ ഇതുപോലെ തന്നെ വെക്കുക കേട്ടോ. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ ഗാർലിക് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാധാരണ ഇത് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന പോലെ തന്നെ റെഡിയാക്കി എടുക്കണമെങ്കിൽ ടൊമാറ്റോ സോസും ചില്ലി സോസും സോയാ സോസും ഒക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ ടൊമാറ്റോ സോസിൻ്റെ ചില്ലി സോസിന് പകരമായിട്ടാണ് തക്കാളി അരച്ചതും അതുപോലെ വറ്റൽമുളക് അരച്ചതും ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ സോയാ സോസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലൊന്ന് തയ്യാറാക്കി കാണിച്ചതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി ഇതുപോലുള്ള ഈസി ആൻഡ് സിമ്പിൾ റെസിപ്പീസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്